നമസ്കാരം. ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജിയോ മിക്സ് കോൺക്രീറ്റ് നല്ല ഗ്യാരണ്ടിയുള്ള ഉഗ്രം കോൺക്രീറ്റ് മിക്സ് ആണ്. ജിയോ മിക്സ് കോൺക്രീറ്റ് ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. മുന്നറിയിപ്പില്ലാതെ വിമാനം റദ്ദാക്കി. കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. റദ്ദാക്കിയത് ദുബായിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ്. അർജുൻ ആയങ്കിയെ പിടികൂടാൻ പോലീസ് നടത്തിയത് കൂട്ടായ പ്രവർത്തനമെന്ന് കണ്ണൂർ റേഞ്ച് DIG കെ കാർത്തിക്. സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്നത് നല്ല സന്ദേശമല്ല. പ്രതിക്ക് ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും DIG. കീഴല്ലൂർ തെക്കിൻകാട് പഴശ്ശി കനാൽ തകർന്ന സംഭവം. ഈ മാസം 13-ന് റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി സർക്കാർ ഇടപെടുമെന്നാണ് പ്രതീക്ഷയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ദുബായിലേക്ക് പുറപ്പെടേണ്ട വിമാനമാണ് റദ്ദാക്കിയത്. തിങ്കളാഴ്ച രാവിലെ 9:10-നാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ദുബായിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പുറപ്പെടേണ്ടിയിരുന്നത്. എന്നാൽ വിമാനം റദ്ദാക്കിയതായുള്ള അറിയിപ്പ് പുലർച്ചെയാണ് യാത്രക്കാർക്ക് ലഭിച്ചതെന്നാണ് പരാതി. ഇതാണ് യാത്രക്കാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. അറിയിപ്പ് ലഭിക്കും മുന്നേ യാത്രക്കാരിൽ ഭൂരിഭാഗവും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. മറ്റു ചിലർ അങ്ങോട്ടേക്കുള്ള യാത്രയിലും ആയിരുന്നു. അവധി കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരായിരുന്നു യാത്രക്കാരിൽ കൂടുതലും. യുദ്ധ പശ്ചാത്തലത്തിൽ നാട്ടിൽ കുടുങ്ങിപ്പോയവരും കൂട്ടത്തിലുണ്ടായിരുന്നു. മസ്കറ്റിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുന്ന വിമാനമാണ് ഇവിടെ നിന്നും ദുബായിലേക്ക് സർവീസ് നടത്തേണ്ടിയിരുന്നത്. എന്നാൽ ആ വിമാനം മസ്കറ്റിൽ നിന്നും പുറപ്പെട്ടിട്ടില്ല. ഇതാണ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന കമ്പനിയുടെ വിശദീകരണം. യാത്രക്കാർക്ക് ഒരാഴ്ചക്കുള്ളിൽ മുഴുവൻ തുകയും തിരിച്ചു നൽകുകയോ റീഷെഡ്യൂൾ ഏർപ്പെടുത്തുകയോ ചെയ്യാമെന്നാണ് കമ്പനി പറയുന്നത്. കൂടാതെ ഇതേ രീതിയിൽ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മറ്റൊരു വിമാനം കൂടി വൈകുന്നുണ്ട്. അബുദാബിയിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ 7 മണിക്ക് കണ്ണൂരിൽ ലാൻഡ് ചെയ്യേണ്ടിയിരുന്ന വിമാനം 12 മണിക്ക് എത്തുമെന്നാണ് കാണിക്കുന്നത്. അബുദാബിയിൽ നിന്നും ഈ വിമാനം എത്തിയ ശേഷം തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതാണ്. വിമാനം എത്താത്ത സാഹചര്യത്തിൽ രാവിലെ 7:05-ന് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട യാത്രക്കാരും ദുരിതത്തിലായി. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. നിരവധി കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിയെ പിടികൂടാൻ പോലീസ് നടത്തിയത് കൂട്ടായ പ്രവർത്തനമാണെന്ന് കണ്ണൂർ റേഞ്ച് DIG കെ കാർത്തിക്. സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്നത് നല്ല സന്ദേശമല്ല നൽകുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിയെ പിടികൂടാൻ എല്ലാവരും ഒരുമിച്ചതായും DIG പറഞ്ഞു. അർജുൻ ആയങ്കിയുടെ അറസ്റ്റിന് ശേഷം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തന്നെ ഇതിന്റെ പിന്നിലിருந்து പ്രവർത്തിച്ചതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രതിയെ വിവരങ്ങൾ എങ്ങനെ ശേഖരിച്ച് ഫീൽഡ് ലെവലിൽ അതേപോലെ തന്നെ സൈബർ വിവരങ്ങളെല്ലാം എങ്ങനെ ശേഖരിച്ച് എങ്ങനെ അവർ വെരിഫൈ ചെയ്ത് എങ്ങനെ പിടികൂടി അവരുടെ അനുഭവങ്ങൾ ഒന്ന് കേട്ടറിഞ്ഞപ്പോൾ നല്ല ഒരു ഗുഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അവരെ അഭിനന്ദിക്കാനാണ് ഇവിടെ പ്രത്യേകം എത്തിയത്. രാവിലെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി വിളിച്ച് പ്രത്യേകം അഭിനന്ദിച്ച് എൻ്റയർ പോലീസ് ഫോഴ്സ് അഭിനന്ദിച്ചിട്ടുണ്ട്. നമ്മളുടെ ബഹുമാനപ്പെട്ട DGP വിജയൻ സാറും പ്രത്യേകം അഭിനന്ദിച്ച് എല്ലാ ഉദ്യോഗസ്ഥരും. അപ്പോൾ DIG-ൻ്റെ നിലയിൽ എനിക്കും ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട് അവരുടെ ഒരു അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്താനാണ് എത്തിയത്. ആ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നമുക്ക് പരിശോധിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതിയെ പിടിച്ച് ഉച്ചയ്ക്കാണ് റിമാൻഡ് ചെയ്തത്. ആ പ്രതിയെ ഹാർബറിങ് ചെയ്യാൻ, അതായത് പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ച് അതിക്ക് വേണ്ടി സപ്പോർട്ടുകൾ സാമ്പത്തികമായിട്ടും അല്ലാതെ ട്രാൻസ്പോർട്ടും പിന്നെ താമസിക്കാനും ഫുഡും എല്ലാം കൊടുത്ത കാര്യങ്ങൾ ആരൊക്കെയാണ് നമ്മളത് വിശദമായിട്ട് ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ അന്വേഷിച്ച് തീർച്ചയായിട്ട് അങ്ങനെ ഹാർബറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഒരു തെറ്റായിട്ട് ഒരു കാര്യം ഈ പറയുന്ന പ്രതിക്ക് സഹായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടി സ്വീകരിക്കും. എല്ലാ ജില്ലകളിലെയും പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അർജുൻ ആയങ്കിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ച കൂടുതൽ ആളുകളെക്കുറിച്ച് പരിശോധന നടത്തിവരികയാണ്. ഇവർ ആരൊക്കെയാണെന്ന് അന്വേഷിക്കുമെന്നും കെ കാർത്തിക് വ്യക്തമാക്കി. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.
കീഴല്ലൂർ തേക്കിൻകാട് പഴശ്ശി കനാൽ തകർന്ന സംഭവവുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ദുരിതം ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം ചേരും. ഈ മാസം 13-ന് റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. അതേസമയം വീടുകളിൽ കയറിയ വെള്ളം താഴ്ന്നു. അപകടത്തിനിടയാക്കാൻ സാധ്യതയുള്ള തുരങ്കങ്ങൾ ഈ മേഖലയിലുണ്ടെന്നും ജനങ്ങളുടെ സുരക്ഷയ്ക്കായി സർക്കാർ ഇടപെടുമെന്നുമാണ് പ്രതീക്ഷയെന്നും കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമിക ന്യൂസിനോട് പറഞ്ഞു. കീഴല്ലൂർ പഞ്ചായത്തിലെ കാരയിൽ കനാലിടിഞ്ഞ ദുരിതം ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ച് എല്ലാ വീടുകളിൽ നിന്നും വെള്ളം പൂർണ്ണമായി ഇറങ്ങിയിട്ടില്ല. അതിനുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളൊക്കെ നമ്മളിപ്പം കൂടിയുണ്ട്. നമുക്ക് ചോദിച്ചോക്കാം, എന്താ സജീവട്ട് എന്താ ഇപ്പോഴത്തെ അവസ്ഥ? ഇവിടെ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസമാണല്ലോ ഇവിടെ വളരെ പ്രധാനമായും 10-15ഓളം കുടുംബങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന നിലയിലേക്കാണ് ഈ കനാലിൻ്റെ ടണല് പൊട്ടുകയും വീടുകളിലേക്ക് അപ്രതീക്ഷിതമായി വെള്ളം വിരിച്ചെത്തുകയും ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ആ രാത്രി ഒരു 11 മണിക്കുള്ളിലായതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നമ്മളെ പൊതുപ്രവർത്തകരെല്ലാം ആ സമയത്ത് തന്നെ ഇതിൽ ഉണ്ടായി. ആദ്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അവരെ ഒഴിപ്പിക്കലായിരുന്നു. അത് വളരെ കൃത്യമായി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ ഈ വിവിധ വകുപ്പുകളുടെ ഏകോപനായിരുന്നു. ഇത് ബഹുമാനപ്പെട്ട കളക്ടർ ഉൾപ്പെടെ ബന്ധപ്പെടുന്നുണ്ട്. MLA ആ സമയത്ത് തന്നെ ലൈവായി, MLAയുടെ പ്രത്യേകത വെച്ചാൽ ആ സമയം മുതൽ ഇപ്പോൾ ഈ നിങ്ങൾ വരുന്ന സമയം വരെ വളരെ കൃത്യമായി ലൈവായി നമ്മുടെ MLA കൂടെ തന്നെ നിന്നു, എല്ലാ വിഷയങ്ങളിലും കൂടെ തന്നെ നിന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ മന്ത്രി ഇന്നലെ പോയിട്ടുണ്ട്. ഇതിൻ്റെ വിഷയം എന്ന് വെച്ചാൽ ഈ ഏകദേശം ഒരു 9ഓളം ടണലുകൾ ഇതിനിടയിലുണ്ട്. കഴിഞ്ഞ തവണ കാരക്ക് പൊട്ടുന്ന സ്ഥിതി ഉണ്ടായി. ഇത്തവണ ഇപ്പോൾ ഇവിടെയാണ് ഈ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ അടിയന്തരമായും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള കാര്യം ഇന്നലെ രാവിലെയോടുകൂടി തന്നെ പഞ്ചായത്ത് എന്ന നിലയിൽ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് പഞ്ചായത്തിന്റെ അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ റവന്യൂ അതുപോലെ തന്നെ ഇറിഗേഷന്റെ ഉൾപ്പെടെയുള്ളവരുടെ റിപ്പോർട്ട് ഇപ്പോൾ നിലവിൽ ഓൾറെഡി ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ആക്കണമെന്ന് MLA യോഗത്തിനകത്ത് നിർദ്ദേശിച്ചു. MLA അടിയന്തര യോഗം ചേർന്നിരുന്നു ഉച്ചക്ക്. ആ യോഗത്തിനകത്ത് നിർദ്ദേശിച്ചപ്പോൾ കോടിക്കണക്കിന് രൂപ ഈ വിഷയങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടിയന്തരമായി മന്ത്രി ഒരു യോഗം തിരുവനന്തപുരത്ത് 2 ദിവസം കഴിയുമ്പോൾ 13-ാം തീയതി മന്ത്രി യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട്. ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ വീട്ടുകാരെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. നിധിയും കൂടി ഉണ്ടായിരുന്നു, വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ 2 ദിവസം മുമ്പ് വാങ്ങിയ ടെലിവിഷൻ, ഫ്രിഡ്ജ്, വീട്ടിലെ മറ്റു ഉപകരണങ്ങൾ ഉൾപ്പെടെ കല്യാണമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപകരണം ഉൾപ്പെടെ വാങ്ങി വെച്ചതായിരുന്നു. അത് പൂർണ്ണമായും നശിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഈ വീട്ടുകാരെ സംബന്ധിച്ച് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ദുരന്തമായി. ഇത് യഥാർത്ഥത്തിൽ ഈ പഴശ്ശി ഇറിഗേഷന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ദുരന്തമാണ്. നമ്മൾ തോട്ടുന്നൊരു വെള്ളം കയറി ഉണ്ടായിട്ടുള്ള ദുരന്തമല്ലല്ലോ. അപ്പോൾ ഒരു പ്രധാനമായി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് എന്നുള്ളത് കൊണ്ട് ഈ വീടുകളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ള ഇലക്ട്രോണിക്സ് ഉപകരണം കംപ്ലീറ്റ് പോയി. ഒരു വീടാണെങ്കിൽ അപകടാവസ്ഥയിലാണ്. അത് ഈ വീട്, പഴയ കട്ട വീടുണ്ടല്ലോ, തേച്ച് റെഡിയാക്കി വെച്ച വീടാണ്. ആ വീടിന് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. നിലവിലെ വീടുകളിൽ തന്നെ ചില വീടുകളിലെ കല്ലുള്ള വീട്ടിൽ തന്നെ ഫൗണ്ടേഷൻ ഉൾപ്പെടെ ഈ വെള്ളം 2 ദിവസം കിട്ടിയെന്നുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം നിലനിൽക്കുകയാണ്. താഴെ ഭാഗത്ത്, അതായത് ഓപ്പോസിറ്റ് ഭാഗത്ത് കനാലിനെ മുറിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഏകദേശം ഒരു അന്ന് മുതൽ ഇന്നലെ മുഴുവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ, ഇന്നിപ്പോൾ ഈ സമയം വരെ വെള്ളം കയറിയ ഭാഗത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നാട്ടുകാരുടെയും അതുപോലെ തന്നെ DYFIയുടെയും SFIയുടെ ഒക്കെയുള്ള സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെ എത്തിക്കൊണ്ട് ഈ മേഖലയിൽ വെള്ളം കയറിയ വീടുകളൊക്കെ ശുചിയാക്കുകയാണ്. അതോടൊപ്പം തന്നെ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഈ കനാലിലെ വെള്ളം പൂർണ്ണമായും ഇന്നലെ കൊണ്ട് ഒഴുകുന്നത് നിർത്തിവെച്ചു. ഈ റോഡ് പൂർണ്ണമായും പൊളിച്ചുകൊണ്ട് ഈ വെള്ളം കയറിയ ഭാഗത്തു നിന്ന് കനാലിന് എതിർവശത്തേക്ക് വെള്ളം ഒഴുക്കിവിടുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ 13-ാം തീയതി യോഗം ചേരുകയാണെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുള്ളത്. ആ യോഗത്തിൽ ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും അറിയിക്കാനാണ് പഞ്ചായത്തിന്റെയും MLAയുടെയും ലക്ഷ്യമെന്നും കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നു. അടിയന്തരമായി സർക്കാർ ഈ പ്രശ്നത്തിൽ ഇടപെടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ജനങ്ങളും അതുപോലെ ഈ മേഖലയിലുള്ള ജനപ്രതിനിധികളും ഉള്ളത്. സംഭവ സ്ഥലത്തു നിന്നും ക്യാമറമാൻ അരുൺ ജനാർദ്ദനൊപ്പം ചിസ്ലിഷ് കാക്കര, ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വീടെന്ന നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് പൂർണ്ണതയേകാൻ ഹോളി ഫാമിലി ഇന്റർലോക്ക് 15 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം. കസ്റ്റമേഴ്സ് ബ്രാൻഡിംഗിൽ കേരളത്തിന് മാതൃകയായ മലബാറിലെ ആദ്യ സ്ഥാപനം ഹോളി ഫാമിലി ഇന്റർലോക്ക്. പുതുമയാർന്ന ഡിസൈനുകൾ, ഏറ്റവും ഉയർന്ന ക്വാളിറ്റി, മിതമായ നിരക്ക്, ഇന്റർലോക്കിന്റെയും വ്യത്യസ്ത തരം സ്റ്റോണുകളുടെയും വിപുലമായ ശേഖരം. ഹോളി ഫാമിലി ഇന്റർലോക്ക്. ഇനി ഒരു ഫോൺ കോൾ മതി, ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തും.
ഹോളി ഫാമിലി ഇന്റർലോക്ക്, പാലാപ്പറമ്പ്, കുത്തുപറമ്പ്. ഫോൺ 04902364242811 3061111. തേച്ചു പീഡിപ്പിക്കാൻ പൂഴി വേണ്ട, തേച്ചു മിനുക്കാനും പൂഴി വേണ്ട. പൂഴിയില്ലാതെ എങ്ങനെയാ തേപ്പ് നടക്കൂ മേസ്ത്രി? പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. വണ്ടികൾ ശരപറ പോകുന്ന കണ്ടോ പക്ഷേ. ജിയോ മിക്സ് കോൺക്രീറ്റ് നല്ല ഗ്യാരണ്ടിയുള്ള ഉഗ്രം കോൺക്രീറ്റ് മിക്സ് ആണ് ജിയോ മിക്സ് കോൺക്രീറ്റ്. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. കോൺക്രീറ്റ് ചെയ്യാൻ ജിയോ സാൻഡ് ആൻഡ് ജിയോ മിക്സ് കോൺക്രീറ്റ്. പാലിൽ പോഷക ഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലില്ല എന്നല്ലേ ടീച്ചർ ഇന്നലെ പറഞ്ഞേ? അങ്ങനെ ഒരു പാലുണ്ട്, ജനതാ പാൽ. നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിലെത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷക ഗുണങ്ങളുമുള്ള പാലേതാണ്? ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം. വാർത്തകളിലേക്ക്. ദുരിതപ്പെയ്ത്തിനിടയിൽ ഉപജീവന മാർഗം വരെ നഷ്ടമായതിന്റെ കഥയാണ് കീഴൂർ തേക്കിൻകാട് നിർമാല്യത്തിൽ ഉത്തമന് പറയാനുള്ളത്. തുരങ്കവും കനാലും തകർന്ന് വീട്ടിലേക്ക് വെള്ളം നിറയുമ്പോൾ പ്രധാനപ്പെട്ട രേഖകൾ മാത്രം സുരക്ഷിതമാക്കാനേ ഈ കുടുംബത്തിന് കഴിഞ്ഞുള്ളൂ. ഓട്ടോ ഡ്രൈവറായ ഉത്തമന് ഇലക്ട്രിക്കൽ ഓട്ടോറിക്ഷയും കാറും മുതൽ വീട്ടിലെ സകലതും നഷ്ടമായി. എല്ലാത്തിനും സർക്കാർ കനിയുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. കഴിഞ്ഞ ദിവസം കീഴല്ലൂർ പഞ്ചായത്തിലെ കാരയിൽ കനാൽ പൊട്ടി ഈ കാണുന്ന വീട് ഉൾപ്പെടെയുള്ള വീടുകളായിരുന്നു വെള്ളത്തിനടിയിലായത്. നമുക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഏകദേശം ഈ വീടിന്റെ കിണറിനേക്കാൾ ഹൈറ്റിലൊക്കെ വെള്ളം ഇന്നലെ ഉണ്ടായിരുന്നു. ഈ പ്രദേശത്തേക്ക് വരാനൊന്നും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. വീടിന്റെ ഗൃഹനാഥനാണ് ഉത്തമേട്ടൻ. ഉത്തമേട്ടൻ എന്തായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു? അത് രാത്രി നമ്മൾ കിടന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മൾ അറിയുന്നത്. വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഈ മുറ്റത്ത് ഇവിടം വരെ വെള്ളം കയറി. പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനുള്ള ഫയല് മറ്റുള്ള പ്രധാനപ്പെട്ട രേഖകൾ പിന്നെ മേലെ 2ാം നിലയിലെത്തിച്ച് അപ്പോൾ നമ്മൾ ഇത് വഴി പുറകെ വശത്ത് രക്ഷപ്പെടുന്നത്. വീടിനുള്ളിലെ സാധനങ്ങളുടെ അവസ്ഥ എന്താണ്? വീട്ടുപകരണങ്ങളൊക്കെ ഇപ്പം വീട്ടുപകരണങ്ങൾ പിടിച്ച് എല്ലാം പിന്നെ പോയിട്ടുണ്ട്. കട്ടില് എല്ലാം പോയിട്ടുണ്ട്. ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങളെ വണ്ടിയാണ് ഓട്ടോറിക്ഷ കാറും വെള്ളത്തിന് അടിയിലായി വെള്ളം കയറി. ഇതിപ്പോ നിങ്ങൾ ഓട്ടോറിക്ഷ എടുക്കലാണെന്നത്? എന്താണ് ഇനിയുള്ള അവസ്ഥ? അങ്ങോട്ട് ഒന്നാമത് ഇലക്ട്രിക് വണ്ടിയാണ്, മറ്റേതുകൊണ്ട് ഇതിപ്പോ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോ എത്ര ശരിയാക്കാൻ പറ്റുമെന്ന് അറിയില്ല. കമ്പനിയിൽ വിളിച്ചിട്ട് അവര് എന്താ പറയുന്നതെന്ന് അറിയില്ല. ഇനിയിപ്പോ അതുവരെ നമുക്കിപ്പം ജോലിയൊന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ്. ഇന്നലെ മന്ത്രിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരോടുള്ള ഈ അവസ്ഥയൊക്കെ പറഞ്ഞായിരുന്നു. പറഞ്ഞാൽ നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലേക്ക് തൽക്കാലം താമസിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് മാറ്റും. എന്താണ് ഇപ്പൊ ഇന്നലെ വരെ നമ്മൾ വേറെ ചേട്ടന്റെ വീട്ടിലേക്കാണ്. ഇന്നിപ്പം വന്ന് എല്ലാം ക്ലീൻ ചെയ്ത് ഇനി ഇവിടെ താമസിക്കാനുള്ള സൗകര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ആ വീട്ടിലേക്കൊന്നും പോയിട്ടില്ല. ഇതാണ് ഈ മേഖലയിലുള്ള ദൃശ്യങ്ങൾ. പ്രത്യേകിച്ച് നമുക്കിവിടെ കാണാമോ, ഇദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഇദ്ദേഹത്തിന്റെ ഏക ഉപജീവന മാർഗമാണ് ഇപ്പോൾ ഈ ചളിയിൽ പൂർണ്ണമായും അകന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. കാരണം ഇന്നലെ ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരുന്നു. ഈ വാഹനങ്ങളൊന്നും നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. ഇപ്പം തന്നെ നമുക്ക് നോക്കിയാൽ ചളിയൊക്കെ വണ്ടിയുടെ ഉള്ളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് ഉപജീവന മാർഗം ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. വീട്ടിലുള്ള വീട്ടുപകരണങ്ങൾ, പ്രത്യേകിച്ച് കിടക്കാനുള്ള സാഹചര്യം പോലും ഇല്ലാത്തൊരു രീതിയിലേക്ക് അത് മാറുന്നു എന്നുള്ളത് ഏറെ ആശങ്ക സൃഷ്ടിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു അപകടം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. ഏകദേശം ഇന്നലെ തന്നെ നമ്മളെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വന്നപ്പോൾ പറയുന്നു, 6 പതിറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച ഒരു കനാലിനുള്ളിലുള്ള ഒരു തുരങ്കമാണ് ഇത്തരത്തിൽ അപകടത്തിന് ഇടയാക്കിയത്. മുൻപ് ഇതേ രീതിയിൽ തന്നെ തുരങ്കം തകർന്ന് റോഡ് ഉൾപ്പെടെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. കാരണം പ്രത്യേകിച്ച് 6 പതിറ്റാണ്ട് മുമ്പ് ഉണ്ടാക്കിയ ഒരു തുരങ്കത്തിനുള്ളിൽ ചളി ഉൾപ്പെടെ നിറഞ്ഞിരിക്കാം, അതാകാം ഇത്തരം അപകടങ്ങൾക്ക് കാരണമെന്ന് അന്ന് തന്നെ ചർച്ചാ വിഷയമായ കാര്യങ്ങളായിരുന്നു. തുടർന്നും അത്തരത്തിലുള്ള പരിശോധനകളോ കാര്യങ്ങളോ നടന്നില്ല എന്ന് തന്നെയാണ് ഇത്തരം അപകടങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഈ മേഖലയിൽ ഇനിയും 6ഓളം തുരങ്കങ്ങൾ ഉണ്ട് എന്നാണ് അധികൃതരിൽ നിന്ന് മനസ്സിലാകുന്നത്.
അത്തരത്തിൽ അപകടങ്ങളിലേക്ക് പോവാതിരിക്കാനുള്ള ശ്രമം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കുൾപ്പെടെ പറയാനുള്ളത്. സംഭവസ്ഥലത്തു നിന്നും ക്യാമറമാൻ അരുൺ ജനാർദ്ദനൊപ്പം ജിസ്നേഷ് കാക്കര, ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. കീഴല്ലൂരിലെ കനാൽ തകർന്ന വെള്ളം കയറിയ കുടുംബങ്ങൾക്ക് നേരെ സഹായഹസ്തം നീട്ടി ഡിവൈഎഫ്ഐയും SFIയും യൂത്ത് ബ്രിഗേഡും സ്റ്റുഡൻസ് ബറ്റാലിയനും ചേർന്ന പ്രദേശത്തെ വീടുകൾ ശുചിയാക്കി. അടുത്ത ദിവസം വെള്ളം കയറിയ പ്രദേശമാകെ ശുചിയാക്കുമെന്ന് നേതാക്കൾ ഗ്രാമിക ന്യൂസിനോട് പറഞ്ഞു. കരയിൽ വെള്ളം കയറിയ വീടുകളൊക്കെ ശുചീകരിക്കുക എന്നത് വലിയൊരു പ്രയാസമേറിയ കാര്യം തന്നെയാണ്. എന്നാൽ മട്ടന്നൂരിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും SFI പ്രവർത്തകരുമാണ് ഈ മേഖലയിൽ പ്രധാനമായും ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഡിവൈഎഫ്ഐ നേതാവ് വിനീത് ചേരുകയാണ്. വിനീത്, എന്താണ്, എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ? നമ്മളിപ്പോൾ പ്രവർത്തനം കഴിഞ്ഞ മെഞ്ഞാന്ന് രാത്രി 10:30 കൂടിയാണ് ഈ പ്രദേശത്തിനകത്ത് ഈ ടണൽ പൊട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളം കയറിയിട്ടുള്ളത്. അപ്പോൾ മെഞ്ഞാന്ന് രാത്രി മുതൽ തന്നെ ഡിവൈഎഫ്ഐയുടെ കീഴല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള യൂത്ത് ബ്രിഗേഡ്സും അതുപോലെ തന്നെ മട്ടന്നൂർ ബ്ലോക്കിനകത്തുള്ള യൂത്ത് ബ്രിഗേഡ്സും ഈ പ്രദേശത്തിനകത്ത് ക്യാമ്പ് ചെയ്യുന്ന ഒരു നിലയുണ്ടായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഒരു സാഹചര്യത്തിൽ ഈ വെള്ളം ഇറങ്ങിപ്പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ യൂത്ത് ബ്രിഗേഡ്സിന് ഈ വീട് ക്ലീൻ ചെയ്യൽ വലിയൊരു പ്രയാസമായിരുന്നു. പക്ഷെ ഇന്ന് രാവിലത്തോടു കൂടിയാണ് നമ്മുടെ ഈ ഒരു 8ഓളം വീടിനകത്തുള്ള വെള്ളം ഇറങ്ങിപ്പോകുന്ന ഒരു നിലയുണ്ടായത്. ആ ഇറങ്ങിപ്പോയ സമയത്ത് തന്നെ നമ്മുടെ മേഖലക്കകത്തുള്ള മുഴുവൻ യൂത്ത് ബ്രിഗേഡ്സിന്റെ ടീമും സജ്ജാവുകയും മുഴുവൻ വീടും വാസയോഗ്യമാകുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ മട്ടന്നൂരിലെ SFIയുടെ നേതൃത്വത്തിൽ സ്റ്റുഡൻറ് ബറ്റാലിയനും കൂടി ഈ പ്രദേശത്തിനകത്ത് വന്ന് ഈ ക്ലീനിങ് പ്രവർത്തനത്തിനകത്ത് കോർഡിനേഷൻ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു നിലയുണ്ട്. ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഒരു വീടിനകത്താണ് ഇപ്പോൾ പൂർണ്ണമായും വെള്ളം നിൽക്കുന്നത്. അത് ഇറങ്ങുന്നൊരു സമയം ഇന്ന് തന്നെ പൂർത്തീകരിച്ച് അവർക്ക് വാസയോഗ്യമാക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം നടത്താൻ കീഴല്ലൂരിലെയും അതുപോലെ തന്നെ മട്ടന്നൂരിലെയും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള യൂത്ത് ബ്രിഗേഡ്സ് ഇപ്പോൾ ഇതിനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു വീടും കൂടിയാണുള്ളത്. അതിനുശേഷം 2 ദിവസം കൊണ്ട് ഇവിടെ പൂർണ്ണമായും ഈ പരിസര പ്രദേശത്തിനകത്ത് ഉൾപ്പെടെ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ്സിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശത്തിനകത്ത് ഇപ്പം വീടിനകത്തുള്ളതാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. ഇതിന് പുറമേ ഇതിന്റെ പരിസര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഈ വെള്ളം കെട്ടി നിന്ന് ഇന്ന് 3 ദിവസം ആയി. 3 ദിവസം പൂർണ്ണമായും ആവുന്നൊരു നിലയുണ്ട്. അപ്പോൾ പരിസര പ്രദേശങ്ങളും കൂടി വൃത്തിയാക്കണം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ്സ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ നിലയിലേക്കാണ് ഇപ്പം പ്രവർത്തനത്തിനകത്ത് ക്രോഡീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നിലയിൽ. കേരള സമയത്ത് അപകടങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല. ഇപ്പം ഉള്ളതെന്ന് വെച്ചാൽ എല്ലാവരും അതിന്റെ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഉള്ള സജ്ജീകരണങ്ങളോടു കൂടി തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് മറ്റുള്ള രീതിയിലേക്കുള്ളതൊന്നും ഉണ്ടായില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതാണ് ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡിന്റെയും അതുപോലെ തന്നെ സ്റ്റുഡന്റ് ബറ്റാലിയൻ SFIയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരുമാണ് ഈ മേഖലയിലെ വീടുകളിൽ ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അവസാനഘട്ട ഒരു വീട്ടിലാണ് ഇപ്പോൾ വെള്ളമുള്ളത്. അതൊഴിയുന്നതിനനുസരിച്ച് ആ വീടും ശുചീകരിക്കും. അതിന് കൂടാതെ അടുത്ത ദിവസങ്ങളിൽ ഈ മേഖലയിലാകെ വെള്ളം കയറിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുൾപ്പെടെ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമെന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. ക്യാമറമാൻ അരുൺ ജനാർദ്ദനൊപ്പം ജിസ്നേഷ് കാക്കര, ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. കീഴല്ലൂർ പഞ്ചായത്തിലെ തേക്കിൻകാട് കനാൽ തകർന്ന പ്രദേശം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സന്ദർശിച്ചു. വെള്ളം ഒഴുക്കുന്നതിനായി നടത്തുന്ന പ്രവൃത്തികൾ അദ്ദേഹം വിലയിരുത്തി. ദുരിതബാധിതരായ കുടുംബങ്ങളെയും അദ്ദേഹം സന്ദർശിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് C. സജീവൻ, പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇടവേള. കണ്ണൂരിന്റെ ആകാശപ്പടവുകളിൽ നിന്നും ആതിഥേയത്വത്തിന്റെ ആഡംബരത്തിലേക്ക് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ആധുനികതയും രാജകീയ പ്രൗഢിയും ഒത്തുചേരുന്ന ഒരു വിസ്മയം. അരോമ ആയുർ ഹെറിറ്റേജ്, മട്ടന്നൂർ. ബിസിനസ് യാത്രകളാകട്ടെ, കുടുംബത്തോടൊപ്പമുള്ള നിമിഷങ്ങളാകട്ടെ, നിങ്ങളുടെ താമസവും ആഘോഷങ്ങളും ഇനി അതിമനോഹരമാക്കാം. കണ്ണൂർ എയർപോർട്ടിൽ നിന്നും വെറും 10 മിനിറ്റ് യാത്രാ ദൂരം, മട്ടന്നൂർ നഗരത്തിൽ നിന്നും 300 മീറ്റർ മാത്രം അകലെ. പ്രൊഫഷണൽ ബിസിനസ് മീറ്റിംഗുകൾക്കും സുഖകരമായ താമസത്തിനും ഏറ്റവും അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രീമിയം ഹെറിറ്റേജ്. കോർപ്പറേറ്റ് മീറ്റിംഗുകൾക്കും വലിയ ആഘോഷങ്ങൾക്കുമായി അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ബാങ്ക്വറ്റ് ഹാളുകളും കോൺഫറൻസ് റൂമുകളും. വിശിഷ്ടമായ രുചിക്കൂട്ടുകളുമായി ഞങ്ങളുടെ റെസ്റ്റോറന്റും കഫേയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. യാത്രകളിലും ആരോഗ്യം സംരക്ഷിക്കാൻ ഹൈടെക് ഫിറ്റ്നസ് സെന്റർ, ശരീരത്തിനും മനസ്സിനും പൂർണ്ണ വിശ്രമം നൽകാൻ വെൽനസ് സ്പാ തുടങ്ങിയ മറ്റ് അത്യാധുനിക സൗകര്യങ്ങളും. സ്വപ്നങ്ങൾക്ക് ചിറകുകൾ വേണമോ? പ്രകൃതിയുടെ മനോഹാരിതയിൽ അറിവിനും ഭാവിക്കും പുതിയ വഴികൾ തുറക്കുന്ന ഒരു ക്യാമ്പസ് നിങ്ങളെ കാത്തിരിക്കുന്നു. കണ്ണൂർ ജില്ലയിലെ മഹാത്മാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ട്രാവൽ ആൻഡ് ടൂറിസം, BCom,
കമ്പ്യൂട്ടർ സയൻസ് എന്നീ ഭാവിയെ മാറ്റിമറിക്കുന്ന കോഴ്സുകളുമായി അഡ്വാൻസ്ഡ് ലൈബ്രറി, മികച്ച ക്യാമ്പസ് ഫെസിലിറ്റീസ്. പഠിച്ചിറങ്ങിയ നിരവധി വിദ്യാർത്ഥികൾ ഇന്ന് ഇന്ത്യയിലും വിദേശത്തുമായി പ്രമുഖ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നു. കൂടാതെ വിദ്യാർത്ഥികളുടെ യാത്ര എളുപ്പമാക്കാൻ കോളേജ് ബസ് സൗകര്യവും. കൂത്തുപറമ്പ്, തലശ്ശേരി, പാനൂർ സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം എളുപ്പത്തിലെത്തിച്ചേരാവുന്ന സ്ഥലം. കേരളത്തിലെ മികച്ച NSS യൂണിറ്റായി സ്റ്റേറ്റ് അവാർഡ് നേടിയ അഭിമാന നേട്ടവും. മികച്ച വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി. മഹാത്മാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ചണ്ടയാർ, നിയർ നവോദയ വിദ്യാലയ. അഡ്മിഷൻസ് ഓപ്പൺ നൗ. ഇന്ന് തന്നെ ആരംഭിക്കൂ. കോൺടാക്ട് 9747 5333 06 999 512 1102. വാർത്തകളിലേക്ക്. കണ്ണൂർ ആസാദ് IAS അക്കാദമിയും കതിരൂർ തരുവണത്തെരു UP സ്കൂളും സംയുക്തമായി ജില്ലാതല ജൂനിയർ ജീനിയസ് മെഗാ ക്വിസ് മത്സരം സംഘടിപ്പിക്കും. ഈ മാസം 16-ന് തരുവണത്തെരു UP സ്കൂളിലാണ് മത്സരം നടക്കുക. 4 മുതൽ 8 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. ഇന്ത്യ ഇന്നലെ ഇന്ന് എന്നതാണ് മത്സര വിഷയമെന്നും ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ കുട്ടികൾ വളരെ കൂടുതലുള്ള പല സ്കൂളുകളിൽ ഒരു സ്കൂളാണ് തരുവണത്തെരു UP സ്കൂൾ. കഴിഞ്ഞ 6 മാസമായി ആസാദ് IAS അക്കാദമി നമ്മുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജൂനിയർ IAS എന്ന പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് വളരെ എഫക്റ്റീവായിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പ്രോഗ്രാം നന്നായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ കൂത്തുപറമ്പ് മേഖലാ സമ്മേളനം കൂത്തുപറമ്പ് സുധീഷ് മന്ദിരത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. MK സുധീർ കുമാർ അധ്യക്ഷനായി. A രാഘവൻ റിപ്പോർട്ടും OK ഭാസ്കരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. MP സുരേഷ്, PM സജീവൻ, K ലീല, M ശ്രീദേവി, E നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. വികസിതമായിട്ടുള്ള സാഹചര്യങ്ങളുള്ള ഒരു പ്രദേശത്താണ് ആയുർദൈർഘ്യം കൂടുക. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ആയുർദൈർഘ്യം വരാതെ ശരാശരി 80 വയസ്സിൽ നിൽക്കാം. ഇന്ന് 80 വയസ്സ് ഒരു പ്രായമല്ലാതെ കഴിഞ്ഞിരിക്കുന്നു. ഒരു 10-30 വർഷം മുമ്പ് 80 വയസ്സായ ആളുകളെ കാണുക അപൂർവമായിരുന്നു. എന്നാൽ ഇന്ന് 80 വയസ്സായ ആളുകൾ ഓടിച്ചാടി നിർവഹിക്കുന്ന അനുഭവം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. കേരള ക്ഷേത്ര വാദ്യകല അക്കാദമി കണ്ണൂർ മേഖലാ കൺവെൻഷൻ പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുനീഷ് ഉദ്ഘാടനം ചെയ്തു. പെരളശ്ശേരി ശരവണ പ്രിയ ഹാളിൽ നടന്ന പരിപാടിയിൽ മേഖലാ പ്രസിഡന്റ് എടക്കാട് രാധാകൃഷ്ണമാരാർ അധ്യക്ഷനായി. ചെറുതാഴം ചന്ദ്രൻ മാരാർ, എരമം ഗോപാലകൃഷ്ണൻ മാരാർ, കോട്ടക്കൽ രമേശൻ മാരാർ എന്നിവർ വിശിഷ്ടാതിഥികളായി. പ്രതിനിധി സമ്മേളനം ചെറുതാഴം ചന്ദ്രൻ മാരാർ ഉദ്ഘാടനം ചെയ്തു. മനോജ് കല്യാട്, വൈശാഖ് ചേലേരി, വിനോദ് പള്ളിക്കുന്ന്, അനൂപ് നാരായണൻ, സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഒരിടവേള കൂടി. പവിത്രമായ പാരമ്പര്യത്തോടെ ഉലയിലൂതി ഒരുക്കിയെടുത്ത സ്വർണ്ണ പരിശുദ്ധി, ഒപ്പം ഡിസൈൻ വൈവിധ്യങ്ങളുടെ ചാരുതയും. ജനഹൃദയങ്ങളിൽ സ്വർണ്ണാഭരണ നിർമ്മാണ വ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളായി പകരം വയ്ക്കാനാകാത്ത നാമം പ്രകാശ്. പറഞ്ഞറിയുന്നതല്ല, അറിഞ്ഞു പറയുന്നതാണ് യഥാർത്ഥ പരിശുദ്ധി. പ്രകാശ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൂത്തുപറമ്പ്, കോളയാട്, പേരാവൂർ. സിൻസ് 1960. സത്യം സ്റ്റീൽസ് പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും സത്യസന്ധത പുലർത്തി 27 വർഷത്തെ പാരമ്പര്യവുമായി കൂത്തുപറമ്പിലും. കെട്ടിട നിർമ്മാണത്തിനുള്ള പ്രമുഖ കമ്പനികളുടെ മികച്ച ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ. സത്യം സ്റ്റീൽസ്, പഴയനിരത്ത സ്മാർട്ട് ബസാറിന് സമീപം, കൂത്തുപറമ്പ്. മികച്ച ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയിൽ ഒരു കുടക്കീഴിൽ. ടാറ്റ സ്റ്റീൽ, SRMB TMT സ്റ്റീൽ, അഗ്നി TMT സ്റ്റീൽ, ജിൻഡാൽ TMT സ്റ്റീൽ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ കമ്പികളും സിമന്റുകളും മറ്റ് നിർമ്മാണ സാമഗ്രികളും ലഭ്യം. സത്യം സ്റ്റീൽസ്, സ്മാർട്ട് ബസാറിന് സമീപം, പഴയനിരത്ത്, കൂത്തുപറമ്പ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ സത്യം സ്റ്റീൽസ് കണ്ണൂർ റോഡ്, മമ്പറം, സത്യം സ്റ്റീൽസ് നെടുമ്പ്രം, ചോക്ലി, മൈ ഡാഡ് മൊമെന്റ്സ്
ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ ലാസ ഐസ്ക്രീം, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. വാർത്തകളിലേക്ക്. ഇവോൾവ ഇമ്പോർട്ടേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സിന്റെ പുതിയ ഷോറൂം കാക്കയങ്ങാട് കുറുക്കൻമുക്കിൽ പ്രവർത്തനം ആരംഭിച്ചു. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP ജാഫർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ ജയാട്ടനും അതുപോലെ അവരുടെ സ്നേഹിതരും ചേർന്ന് പുതിയൊരു സംരംഭം ഇവോൾവ് എന്ന പേരിൽ ഒരു ഫർണിച്ചർ ഷോപ്പ്, അതിൽ പ്രധാനമായും ഫോർവിഷ് മാട്രസിൻ്റെ ഏജൻസി കൂടിയാണ് അവർ. നേരത്തെ തന്നെ ഈ മേഖലയിൽ നല്ല അനുഭവ പരിചയമുള്ള മുൻ സ്ഥാപനങ്ങൾ മറ്റു പല സ്ഥലങ്ങളിലും നടത്തി പരിചയമുള്ള ആളുകളാണ് ഇവിടെ ഈ സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ പഞ്ചായത്തിൽ കാക്കയങ്ങാട് ടൗണിൽ നിന്ന് മാറി കുറുക്കമുക്കെന്ന ഈ പ്രദേശത്ത് കൂടുതൽ സൗകര്യത്തോടുകൂടി, നല്ല വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തോടുകൂടി ഈ ഒരു സംരംഭം ആരംഭിച്ചത് നമ്മുടെ ഈ പ്രദേശത്തുകാർക്ക് വലിയ തരത്തിലുള്ള ഉപകാരമായി തീരും. പ്രധാനമായും പുതിയൊരു സ്ഥാപനം ആരംഭിക്കുമ്പോൾ നമ്മുടെ പ്രദേശം പുതിയൊരു ഉണർവിലേക്ക് നീങ്ങുകയാണ്. തീർച്ചയായും ഇതിൻ്റെ സംരംഭകർക്ക് ഈ സ്ഥാപനത്തിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ സ്ഥാപനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് തീർക്കും. ബെഡുകൾ, സോഫ ആൻഡ് സിറ്റിംഗ്, വുഡൻ ഫർണിച്ചർ, ഹോം ഡെക്കർ, പില്ലോ കവർ, ബെഡ്ഷീറ്റ് തുടങ്ങിയവയുടെയൊക്കെ നിരവധി കളക്ഷനുകൾ ഇവിടെ ലഭ്യമാണ്. വാറന്റിയോട് കൂടിയുള്ള UPVC റൂഫിംഗ് ഷീറ്റുകളും ഇവിടെ ലഭ്യമാണ്. 2000 രൂപ മുതൽ 1,14,000 രൂപ വരെ വിലയുള്ള ബെഡുകളുടെ ശേഖരം ഇവിടെയുണ്ട്. ഇവയ്ക്ക് 1 വർഷം മുതൽ 10 വർഷം വരെ വാറണ്ടിയും ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബെഡ് വാങ്ങുന്നവർക്ക് പില്ലോ കവർ, ബെഡ്ഷീറ്റ് എന്നിവ സൗജന്യമായി ലഭ്യമാകും. ബമ്പർ സമ്മാന കൂപ്പണിൽ വിജയികളാകുന്നവർക്ക് ബെഡ് സമ്മാനമായി ലഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പർ EP അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ MM നൂർജഹാൻ, ഷൈന ടീച്ചർ, CH ഷിഹാബ്, മിജിലാസ്, K ദേവദാസൻ, ശ്രീധന്യ, ജോസ് വടക്കേക്കര, MK റഷീദ, സരള, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ O ഹംസ, NB ഗിരീഷ്, ഹുസൈൻ പാറക്കണ്ടം, വ്യാപാരി സംഘടനാ പ്രതിനിധികളായ TF സെബാസ്റ്റ്യൻ, KT ടോമി, ശശികൃപ, സിനോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇവോൾവ ഇമ്പോർട്ടേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സിന് മാലൂർ ഇരട്ടേങ്ങലിലും കൂത്തുപറമ്പിനടുത്ത നീർവേലിയിലും ശാഖകളുണ്ട്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന പുസ്തക പൂക്കാലം വീട്ടുമുറ്റ പുസ്തക ചർച്ചയുടെ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് തല ഉദ്ഘാടനം കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗിരിജ കല്യാടൻ നിർവഹിച്ചു. തൊടിക്കളം VP നാരായണ മാരാർ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ M ബാബുരാജ് അധ്യക്ഷനായി. ഡോക്ടർ സീബ രഞ്ജിത്ത് പുസ്തക വിതരണം നടത്തി. P സുധാകരൻ, ON സുധീഷ് കുമാർ, M ചന്ദ്രൻ, VK രാജീവൻ, MA ബിജു, V രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അടുത്ത മാസം 21 വരെയാണ് വീട്ടുമുറ്റ പുസ്തക ചർച്ച സംഘടിപ്പിക്കുന്നത്. അവ യഥാർത്ഥത്തിൽ സുഗന്ധം പരത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് പുസ്തകങ്ങളും. നമ്മുടെ വായനശാലയിൽ, നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള വായനശാലയിൽ VPP കാടാച്ചിറ കണ്ണാടിച്ചാൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഏകാഹ നാരായണീയ യജ്ഞം നടന്നു. കണ്ണാടിച്ചാൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര നാരായണീയ പാരായണ സമിതി, ഐവർകുളം മഹാവിഷ്ണു ക്ഷേത്ര നാരായണീയ പാരായണ സമിതി, കുഞ്ഞുമൂലോത്ത് വിഷ്ണു ക്ഷേത്ര നാരായണീയ പാരായണ സമിതി എന്നീ സമിതികളിലെ അംഗങ്ങൾ യജ്ഞത്തിൽ പങ്കാളികളായി. വിജയലക്ഷ്മി നേതൃത്വം നൽകി. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ദീപാരാധനയും പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും നാട്ടുകാരും ഉൾപ്പെടെ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുന്നറിയിപ്പില്ലാതെ വിമാനം റദ്ദാക്കി. കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. റദ്ദാക്കിയത് ദുബായിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ്.
അർജുൻ ആയങ്കിയെ പിടികൂടാൻ പോലീസ് നടത്തിയത് കൂട്ടായ പ്രവർത്തനമെന്ന് കണ്ണൂർ റേഞ്ച് ഡിഐജി കെ കാർത്തിക്. സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്നത് നല്ല സന്ദേശമല്ല, പ്രതിക്ക് ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ഡിഐജി. കീഴല്ലൂർ തെക്കിൻകാട് പഴശ്ശി കനാൽ തകർന്ന സംഭവം ഈ മാസം 13-ന് റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി സർക്കാർ ഇടപെടുമെന്നാണ് പ്രതീക്ഷയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജിയോ മിക്സ് കോൺക്രീറ്റ്. നല്ല ഗ്യാരണ്ടിയുള്ള ഉഗ്രം കോൺക്രീറ്റ് മിക്സ് ആണ് ജിയോ മിക്സ് കോൺക്രീറ്റ്. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ഇതോടെ ന്യൂസ് ടൈം പൂർണ്ണമാകുന്നു. നമസ്കാരം. വീടെന്ന നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് പൂർണ്ണതയേകാൻ ഹോളി ഫാമിലി ഇന്റർലോക്ക് 15 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം. കസ്റ്റമേഴ്സ് ബ്രാൻഡിംഗിൽ കേരളത്തിന് മാതൃകയായ മലബാറിലെ ആദ്യ സ്ഥാപനം ഹോളി ഫാമിലി ഇന്റർലോക്ക്.